കഴിഞ്ഞ ദിവസം ഒരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അതും ബേപ്പൂർ. എൻ്റെ ഹസ്ബൻഡ് ജനിച്ചതും വളർന്നതും എല്ലാം തന്നെ ആ ഒരു നാട്ടിലാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിലാണെന്നുണ്ടെങ്കിലും ഒരുവിധം ഫാമിലീസ് എല്ലാം തന്നെ വരുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ഫംഗ്ഷൻ ഉണ്ടായാലും ഞങ്ങൾക്ക് ഈ ഒരു ഭാഗത്തൊക്കെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മൾ ബേപ്പൂരുണ്ടല്ലോ, റെൻറ്റിന് ഇതുപോലെ സ്കേറ്റിങ്ങും അതേപോലെ തന്നെ സ്കേറ്റിംഗ് ഷൂസ് അതേപോലെ കുഞ്ഞ് സൈക്കിളുകൾ ഒക്കെ റെൻറ്റിനുണ്ട് കേട്ടോ. അരമണിക്കൂറിന് 100 രൂപയാണ്. എനിക്ക് ആ ഒരു എമൗണ്ട് കുറച്ചൊന്ന് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്, ഒരു 80-50. പിന്നെ ഇത് ഓരോരുത്തരെയും വരുമാന മാർഗ്ഗമാണല്ലോ. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്താണ് ഇവിടെ ഈ ഒരു കമ്മ്യൂണിറ്റി ഹാളിൽ ഇന്നലെ എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മുടെ സ്വന്തം ബഷീറിൻ്റെ ദിനമായിരുന്നു. അപ്പോൾ ആ ഒരു ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നാടകമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ആളുകളാണ് ഇവരൊക്കെ. അതിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും പിന്നെ കുറച്ച് നേരമൊക്കെ ഞങ്ങളത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെയും അവിടെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലേറ്റ് ആവും എന്ന് കരുതിയിട്ടാണ് കേട്ടോ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അതിലുള്ള ഓരോ ആളുകളുടെയും കോസ്റ്റ്യൂം അടിപൊളിയായിരുന്നു. കുറച്ച് നേരമൊക്കെ അതിലുള്ള ആളുകളോടൊക്കെ സംസാരിച്ചു കേട്ടോ. ഇക്കാടെയൊക്കെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെ ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതായത് അവരുടെ ആ ഒരു ഓർമ്മകൾ, പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുറേ നേരം നോക്കി നിന്ന് പിന്നെ എൻ്റെ മോൻക്കും അതേപോലെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ഇവിടെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് മുകളിൽ വേറൊരു നാടകം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു കൃതികളിലെ തന്നെ ഏകദേശ ഭാഗങ്ങളാണ് കേട്ടോ. ആ ഒരു ഏകദേശം എല്ലാ കൃതികളിലെ തന്നെ ചില ഭാഗങ്ങളാണ് ആ ഒരു നാടകത്തിൽ കാണിക്കുന്നത്. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് കാർട്ടൂൺ പിക്ചേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ കുറേ ഓർമ്മകളുടെ ചിത്രങ്ങളുണ്ട്. അത്യാവശ്യം നല്ല റഷായിരുന്നേ. ഇവിടെ ഉള്ളിലേക്കൊന്നും സ്പേസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് നിന്നിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു. കൂടുതൽ നേരമൊന്നും എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ കണ്ടപ്പോൾ ഇവരുടെ അഭിനയം ഉണ്ടല്ലോ, അടിപൊളിയാണ്. അതിൽ എനിക്ക് ഏറ്റവും ആ ഒരു ഭാവപ്രകടനങ്ങളെന്ന് പറയില്ലേ, അത് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ലാസ്റ്റിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഒരു ബ്രൗൺ ഹെയർ ആയിട്ടുള്ള ഒരു ഏജ് ഉണ്ട് കേട്ടോ. അവരുടെ ആ ഒരു അഭിനയം ഉണ്ടല്ലോ, അടിപൊളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. ഫേസിൽ വരുന്ന എക്സ്പ്രഷൻ ആവട്ടെ എല്ലാം തന്നെ. പിന്നെ ഇതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കോള് വന്നു കേട്ടോ. പോവാൻ നേരമായിട്ടുണ്ടേ. അപ്പോൾ അങ്ങനെ ഇന്നലത്തെ ദിവസത്തെ ആ ഒരു കൊച്ച് കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു പ്രത്യേക ദിനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതുപോലൊരു പ്രോഗ്രാമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളും വിസിറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞ ആളുടെ ഇതാണ് കേട്ടോ ആ ഒരു വീഡിയോ.